ഹലോ, എല്ലാവർക്കും നല്ലൊരു ഉത്രാട ദിനാശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഉത്രാട ദിനമായിട്ട് എൻ്റെ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. രാവിലെ എന്ന് വെച്ചാൽ ഒരുപാട് രാവിലെയൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ഓണത്തിന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ചിപ്സ് എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് രുചി കൂടുതലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2-3 ദിവസത്തിന് മുന്നേ കായൊക്കെ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഓണ സമയമാകുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും കായ്ക്ക്. അപ്പോൾ ഒരു കുറച്ച് കായൊക്കെ ഞാൻ മേടിച്ച് വെച്ചു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി. ഞാൻ പിന്നെ ഇതിൻ്റെ തോടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് തോട് ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. എന്തിനാണെന്നറിയോ, നമ്മൾ തോരൻ വയ്ക്കും, ഏത്തക്കയുടെ തോട് തോരൻ വയ്ക്കും. നല്ല രുചിയാണ് അത് തോരൻ വയ്ക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഏത്തക്കയൊക്കെ അരിഞ്ഞ് നല്ലതുപോലെ എടുത്തു. ഏത്തയ്ക്ക നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ഒന്നിനൊന്ന് ഒട്ടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് നമ്മുടെ വേവ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അത് കഴിയുമ്പോൾ നമ്മളെപ്പോഴും സാധാരണ എല്ലാവരും ഉപ്പ് ഓരോരുത്തരും ഓരോ രീതിയാണ്. ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം കലക്കിയാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളത്തിലൊരു 2-3 സ്പൂണ് ഉപ്പ് കലക്കി അങ്ങ് വെച്ചിരിക്കും. അതാകുമ്പോൾ നമ്മൾ ഈ വെന്ത് വരുന്ന സമയത്തിന് നമുക്കത് കുറച്ചൊന്ന് ആ ഉപ്പിലായിനി നമ്മുടെ കണക്കിന് 1 സ്പൂണോ 2 സ്പൂണോ നമ്മുടെ നമുക്കൊരു കണക്ക് കാണുമല്ലോ, ആ കണക്കിന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഇത് അടുപ്പിലിട്ടിട്ട് നമ്മൾ അതിൻ്റെ മൂട്ടിൽ തന്നെ നിൽക്കണമെന്നില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ നടക്കും അതിൽ കൂടെ. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ കരുതി ഓണമല്ലേ, തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കണമല്ലോ. നാളെ ആകുമ്പോൾ ഒന്നിനും നമുക്ക് സമയം കിട്ടത്തില്ല, നമുക്ക് തിരക്കായിരിക്കും. മാക്സിമം ജോലികൾ ഇന്ന് നമ്മൾ ഒതുക്കി വെച്ചാൽ എല്ലാം ഒന്ന് ഒതുങ്ങും. ഞാൻ അപ്പോഴത്തേക്കും ഇത് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കാമെന്ന് കരുതി കുറച്ച് തേങ്ങയൊക്കെ ഉടച്ച് വൃത്തിയാക്കി കഴുകി എടുത്തു. അതിനൊന്ന് ചിരണ്ടാന്ന് കരുതി. അപ്പോഴത്തേക്കും നമ്മുടെ അടുപ്പത്ത് കിടക്കുന്നവനെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. നോക്കാണ്ടിരുന്നാൽ അവൻ പണി തരുവേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്കൊന്ന് അവനൊന്ന് നോക്കിയപ്പോൾ അവ ഏകദേശമൊക്കെ ഒന്ന് പരുവത്തിനായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി കുറച്ച് ഉപ്പിലായനിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും നമ്മളെ മെമ്മറിയിൽ വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പില്ലാണ്ട് ചിപ്സ് നമ്മൾ കഴിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല പരുവായി കേട്ടോ. നമ്മൾ ഈ ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൂട്ടിൽ നിന്ന് മാറാൻ പാടില്ല കേട്ടോ. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആശം പണി തരും നമുക്ക്. നമ്മൾ മാക്സിമം നിന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഈ പരുവം നല്ല പരുവത്തിന് നമുക്ക് കിട്ടും. ആ പരുവാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുക. നമ്മുടെ ചിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഉള്ള ഗ്യാപ്പിൽ കൂടെ തന്നെ ഞാൻ ഇത്തിരി ശർക്കര വരട്ടിയും കൂടി ഉണ്ടാക്കി കേട്ടോ. പക്ഷേ ഇതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ബൈ.